നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വേറൊരു പൊടിയും നമുക്കിതിന് വേണ്ട. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന പൊടിയില്ല, അത് മതിയാവും. ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു ബൗള് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ അരഞ്ഞു പോകണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകം നമുക്ക് തേങ്ങാപ്പീരയുടെ കൂട്ടത്തിൽ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചിട്ടിട്ട് കൊടുത്താലും മതിയാവും. അപ്പം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. നമ്മൾ തോരനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല ചെറിയ തരികളോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിനി ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നില്ല, നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിനോട് കൂടി തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ട് ഇതൊന്ന് നനച്ചെടുക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് ലൂസാക്കി എടുക്കണ്ട. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ചൂട് മാറുന്നത് വരെ ഒരു അടപ്പെടുത്തിട്ട് ഇത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. അടയ്ക്കാതെ വെക്കരുത്, പെട്ടെന്ന് പൊടി അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു കയ്യിലൊന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോഴേക്കും നമുക്കൊരു വാഴയില എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വാഴയിലയിലാണ് നമ്മൾ ഇനി മാവ് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അധികം കനം കുറച്ചിട്ടും അല്ല, എന്നാൽ കനം കൂട്ടിയിട്ടും അല്ലാത്തൊരു പരുവത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കുക. ഒത്തിരി അങ്ങ് ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുക്കുകയും വേണ്ട, ഒരു മീഡിയം സൈസിൽ മാത്രം ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പരത്തുന്നതിനേക്കാളും നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ ഇതുപോലെ പാടുകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതൊന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഇത് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കല്ല് വെച്ചിട്ട്, നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും ആ കല്ലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ വാഴയിലയോട് കൂടിയിട്ട് ഒന്ന് കമത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഈ വാഴയില എടുത്ത് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഈ വാഴയിലയിൽ നന്നായിട്ട് പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 2 സൈഡും കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഉള്ളൊന്നും നന്നായി ഒന്നും കുക്കായി വരത്തില്ല. അപ്പം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 സൈഡും മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 2 സൈഡും ഏകദേശം ആയിട്ടുണ്ട്. ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതാണ് ഇടക്കിടക്ക് നമുക്കൊരു ബ്രൗൺ കളർ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് കല്ലിൽ നിന്നും മാറ്റാം. അങ്ങനെ ഞാനിവിടെ ബാക്കിയുള്ള മാവുകളും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത ആ ഒരു ബൗള് അരിപ്പൊടി കൊണ്ട് 6 എണ്ണം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ 3 എണ്ണം ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കൻ, ബീഫ്, മുട്ടക്കറി, കടലക്കറി അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു ചായ ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മുട്ട റോസ്റ്റും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ടും അതുപോലെ സിമ്പിളായിട്ടുമാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നമ്മളെപ്പോഴും പുട്ടൊക്കെ അല്ലേ തയ്യാറാക്കുന്നത്, അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മളെപ്പോഴും കഴിക്കാറുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കി കഴിച്ചിട്ടുള്ളവർ നമുക്ക് കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.